വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തി. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നാളെ മുതൽ വിതരണവും സംഭരണവും മുടങ്ങും. മദ്യലഹരി. തൃശൂർ നഗരത്തിൽ 64-കാരനെ മരമുട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ പോൾ ആണ് മരിച്ചത്. യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേരെ കൂടി പിടികൂടി കൊരട്ടി പോലീസ്. കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെയാണ് പ്രതികൾ മർദ്ദിച്ച് പണം തട്ടിയത്. 2 മാസത്തെ ശമ്പളം അടിയന്തരമായി അനുവദിക്കാമെന്ന ഉറപ്പ്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും സ്തംഭനാവസ്ഥയിലേക്ക്. നാളെ മുതൽ വിതരണവും സംഭരണവും മുടങ്ങും. റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും പ്രതിസന്ധിയിലാകുന്നത്. നാളെ മുതൽ പണിമുടക്ക് ആയിരിക്കുമെന്നാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് കരാറുകാരുടെ സംഘടന അറിയിച്ചു. കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കി. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ 64-കാരനെ മരമുട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ പോൾ ആണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി കുന്നത്ത് വീട്ടിൽ 63 വയസ്സുള്ള കൊച്ചുപോൾ എന്ന രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് ഇരുവരും. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. രാത്രി 8 മണിയോടെ ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ പോൾ പ്രതിയുടെ മുഖത്ത് അടിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താൽ രാത്രി 11 മണിയോടെ പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രതി കൊച്ചുപോൾ മരമുട്ടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന പോളിനെ ഉടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ 12:30 മരിക്കുകയായിരുന്നു. രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി കൊച്ചുപോളിന്റെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കാറ്ററിംഗ് തൊഴിലാളിയാണ് പ്രതി. മരിച്ച പോൾ മാർക്കറ്റിൽ തന്നെ അന്തിയുറങ്ങുന്ന ആളാണ്. യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേരെ കൂടി തൃശൂർ കൊരട്ടി പോലീസ് പിടികൂടി. കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെയാണ് പ്രതികൾ മർദ്ദിച്ച് പണം തട്ടിയത്. അങ്കമാലി മൂക്കന്നൂർ സ്വദേശി 33 വയസ്സുള്ള നിധിൻ, മേലൂർ കുവക്കാട്ടുകുന്ന് സ്വദേശി 26 വയസ്സുള്ള യദു, മംഗലാപുരം കാശിപ്പേട്ട് സ്വദേശി 36 വയസ്സുള്ള വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെ മർദ്ദിച്ച് 60,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കേസിലെ മുഖ്യപ്രതിയായ മേലൂർ കുവക്കാട്ടുകുന്ന് സ്വദേശി ബിജുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാൽവിന്റെ വാടകയ്ക്ക് കൊണ്ടുപോയ 6 കാറുകൾ തിരികെ ലഭിക്കാതെ വന്നപ്പോൾ തിരിച്ചുപിടിക്കുന്നതിനായി ബിജുവിനെ കൊട്ടേഷൻ നൽകിയിരുന്നു. 3 കാറുകൾ പിടിച്ചുകൊടുത്തിട്ടും പറഞ്ഞ തുക സാൽവിൻ നൽകാതെ വന്നപ്പോൾ ബിജുവും സംഘവും ഇയാളെ മുരിങ്ങൂരിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് ഗൂഗിൾ പേ വഴി 60,000 രൂപ വാങ്ങി എന്നാണ് കേസ്. കൊരട്ടി SHO BK അരുണും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 2 മാസത്തെ ശമ്പളം അടിയന്തരമായി അനുവദിക്കാമെന്ന് ഉറപ്പ്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. നിലവിൽ മുടങ്ങിക്കിടക്കുന്ന 8 മാസത്തെ ശമ്പളത്തിൽ ജീവനക്കാരുടെ നിലവിലെ ആവശ്യമായ 2 മാസത്തെ ശമ്പളം സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും ചെയർമാനുമായ ജില്ലാ കളക്ടറും ജീവനക്കാർക്ക് അടിയന്തരമായി അനുവദിക്കാമെന്ന ഉറപ്പിന്മേലാണ് ജീവനക്കാർ സമരം അവസാനിപ്പിച്ചത്. ശമ്പള വിഷയത്തിൽ ചെയർമാനായ ജില്ലാ കളക്ടറുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ വ്യാഴാഴ്ച മുതൽ സമരം ആരംഭിച്ചത്. ജീവനക്കാർ നേരത്തെ നൽകിയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള പ്രശ്നം 1 മാസത്തിനകം പരിഹരിക്കാം എന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായും എന്നാൽ കളക്ടർ പിന്നീട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുവെന്നും ജീവനക്കാരുടെ പ്രതിനിധികൾ ആരോപിച്ചിരുന്നു. മന്ത്രി കെ രാജൻ ഇടപെട്ടെങ്കിലും കളക്ടർ നിലപാട് മാറ്റിയില്ല എന്നായിരുന്നു ജീവനക്കാർ ആരോപിച്ചത്. ഇതിന്റെ പേരിൽ ആരംഭിച്ച സമരമാണ് 24 മണിക്കൂർ പിന്നീട് മുൻപേ ഒത്തുതീർപ്പായത്. കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ADGPയും പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഗോപേഷ് അഗർവാൾ മുഖ്യാതിഥിയായി. പൊതുജന സേവനത്തിലുടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു.
30ാമത് ഇ ബാച്ച് സബ് ഇൻസ്പെക്ടർ കേഡറ്റ്, 18ാമത് ഇ ബാച്ച് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, 2ാം ബാച്ച് റിപ്പോർട്ട്മെന്റ് ഗ്രേഡ് 2 എന്നിവരുടെ പാസിംഗ് ഔട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങുമാണ് നടന്നത്. സബ് ഇൻസ്പെക്ടർ കേഡറ്റ് വി ബിജു പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഭരണവിഭാഗം ഐശ്വര്യ പ്രശാന്ത് ഡോങ്റെ, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് വിഭാഗം KE ബൈജു IPS, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസും ഔട്ട്ഡോർ ഇൻചാർജുമായ PM മുഹമ്മദ് ആരിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ S നജീബ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് നയിച്ച KAP 2ാം ബറ്റാലിയൻ പൈപ്പ് ബാൻഡ് സംഘമാണ് ബാൻഡ് ഒരുക്കിയത്. ഒല്ലൂക്കര മേഖലയെയും വിൽവട്ടം മേഖലയെയും ബന്ധിപ്പിക്കുന്ന നെട്ടിശ്ശേരി കുറ്റുമുക്ക് റോഡ് 2 കോടി രൂപ ചെലവ് ചെയ്ത് BMBC ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. നെട്ടിശ്ശേരി നിവാസികളുടെ ഏറെക്കാലത്തെ യാത്രാക്ലേശത്തിനാണ് ഇതോടെ പൂർണ്ണമായ പരിഹാരം ഉണ്ടാവുക. 5 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി അത്യാധുനിക രീതിയിലുള്ള BMBC റോഡാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുന്നതിന് സമീപവാസികളുടെ പരിപൂർണ സഹകരണം ആവശ്യമാണെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. മേയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ MLA P ബാലചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, ഡിവിഷൻ കൌൺസിലർ സുബി സുകുമാർ, കൌൺസിലർ രേഷ്മ ഹെമേജ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധനീഷ് TM, മുൻ ഡിവിഷൻ കൌൺസിലർമാരായ MR റോസിലി, ED ജോണി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നെഹ്റു യുവകേന്ദ്രയുടെ നാഷണൽ യൂത്ത് ഡേയും വാരാഘോഷവും തൃശൂരിൽ നടന്നു. സെന്റ് തോമസ് കോളേജ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. TN പ്രതാപൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ KM മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്ര പ്രോഗ്രാം ഓഫീസർ O നന്ദകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, ഡോക്ടർ AS സാബു, ഡോക്ടർ ജോബി പോൾ എന്നിവർ സംസാരിച്ചു. വാർത്താ നേരത്തിൽ ഒരു ഇടവേള. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക് വീണ്ടും. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ വാർഷികാഘോഷം, യാത്രയയപ്പ് സമ്മേളനം എന്നിവ പത്മശ്രീ MK കുഞ്ഞാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ PV ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ DEO ഡോക്ടർ A അൻസാർ വിരമിക്കുന്നവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. സിനിമാ സംവിധായകൻ ജിതിൻ രാജ്, സംസ്ഥാന ചലച്ചിത്ര ബാലതാരം അവാർഡ് ജേതാവ് ഡാവിഞ്ചി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് KP രവിശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ MV ബാബു, LP പ്രധാനാധ്യാപകൻ K കൃഷ്ണൻകുട്ടി, സ്കൂൾ പ്രിൻസിപ്പാൾ K സ്മിത, LP PTA പ്രസിഡന്റ് MR രാജേഷ്, ഗംഗ രാജീവ്, ശൈലജ, CR ജോർജ് മാസ്റ്റർ, VB ഹണി, MS രാജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ PR ബാബു, UP വിഭാഗം അധ്യാപകരായ G രാധാകൃഷ്ണൻ, TM ഉഷാദേവി, LP വിഭാഗം അധ്യാപകനായ V ശ്രീഹരി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. വിദ്യാലയത്തിൽ വിവിധ മേഖലകളിൽ വിജയം വരിച്ച കുട്ടികൾക്ക് എൻഡോവ്മെന്റ് സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എളനാട് 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം സ്വാഗത സംഘം രൂപീകരിച്ചു. മലയോര ജനതയുടെ ചിരകാല സ്വപ്നമായ എളനാട് 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് മന്ത്രി K രാധാകൃഷ്ണന്റെ ഇടപെടലിലൂടെ 4,86 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫിന്റെ അധ്യക്ഷതയിലാണ് സമിതി രൂപീകരിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ സാനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PA ബാബു, C ശ്രീകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KC ജോർജ്, KV ഐസക്, PK വിനോദ്, KSEB തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ, രമ്യ ഹരിദാസ് MP എന്നിവർ രക്ഷാധികാരികളും KM അഷ്റഫ് ചെയർമാനും KSEB തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K ദിനേശ് കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജനുവരി 17 രാവിലെ 11 EK നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനവും 4.96 കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച 33 kV പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. മന്ത്രി K രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള യൂത്ത് ക്ലബ്ബ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ദേശീയ യുവജന ദിനാഘോഷത്തിനും വാരാചരണ പരിപാടികൾക്കും വിവേകാനന്ദ ജയന്തി ആഘോഷത്തിനും തുടക്കമായി. തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള യൂത്ത് ക്ലബ്ബ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിജു ആട്ടോർ ഉദ്ഘാടനം ചെയ്തു.
നവോത്ഥാന നായകരുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് യാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്നും തുല്യ സാമൂഹ്യനീതിക്ക് ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും ബിജു ആട്ടൂർ ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം ആന്റോ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിബീഷ് ഇരിഞ്ഞാലക്കുട, നാഷണൽ യൂത്ത് അവാർഡ് ജേതാവ് ബാബുരാജ്, PK ജയരാജൻ, PP സുബ്രഹ്മണ്യൻ, ജയപ്രകാശ് ഒളരി, തിലകൻ പുളിങ്കുഴി, രതീഷ് ഭാസ്കർ ആലുങ്കൽ, പ്രമോദ് ഊരോത്ത്, ശിവരാമൻ പുല്ലഴി, മോഹനൻ ചാത്തക്കുളം എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗാമ അബാക്കസിന്റെ നേതൃത്വത്തിൽ ദേശീയതല അബാക്കസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 11:30 ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. TN പ്രതാപൻ MP മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗാമ അബാക്കസ് CEO ഡോക്ടർ K നകുലനാഥൻ അധ്യക്ഷനാകും. 4 മുതൽ 15 വരെ വയസ്സുള്ള 2500 കുട്ടികൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30 സജീഷ് കുട്ടനല്ലൂർ അവതരിപ്പിക്കുന്ന വിനോദ പരിപാടി ഉണ്ടാകും. ഡോക്ടർ K നകുലനാഥൻ, തുളസി നകുലനാഥൻ, ലക്ഷ്മി രാധാകൃഷ്ണൻ, KG അജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ സ്വകാര്യ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാരുടെ സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച നടക്കും. തൃശൂർ IMA ഹാളിലാണ് സമ്മേളനം നടക്കുക. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. ജനറൽ കൺവീനർ വർദ്ധനൻ പുളിക്കൽ അധ്യക്ഷനാകും. MP വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ വർദ്ധനൻ പുളിക്കൽ, ജോജു വർക്കി, കണ്ണൻ വടക്കൂട്ട്, G ലാജി, CR രാജേഷ് എന്നിവർ പങ്കെടുത്തു. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന 33 സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കലാമത്സരങ്ങൾക്ക് വേദിയൊരുങ്ങുന്നത്. 13, 14 തീയതികളിൽ ആൺകുട്ടികളുടെയും 20, 21 തീയതികളിൽ പെൺകുട്ടികളുടെയും മത്സരങ്ങളാണ് നടക്കുക. 13 രാവിലെ 10 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യാട് പരിപാടിയെ ഉദ്ഘാടനം ചെയ്യും. SNEC അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുസലാം ബാഖവി വടക്കേക്കാട് അധ്യക്ഷനാകും. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ സലാം ബാഖവി, ബഷീർ ഫൈസി ദേശമംഗലം, ഡോക്ടർ അസ്ലം വാഫി, ഷഹീർ ദേശമംഗലം, K സഫ്വാൻ എന്നിവർ പങ്കെടുത്തു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തി. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നാളെ മുതൽ വിതരണവും സംഭരണവും മുടങ്ങും. മദ്യലഹരി. തൃശൂർ നഗരത്തിൽ 64-കാരനെ മരമുട്ടിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി കുന്നത്തു വീട്ടിൽ പോൾ ആണ് മരിച്ചത്. യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേരെ കൂടി പിടികൂടി കൊരട്ടി പോലീസ്. കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെയാണ് പ്രതികൾ മർദ്ദിച്ച് പണം തട്ടിയത്. 2 മാസത്തെ ശമ്പളം അടിയന്തരമായി അനുവദിക്കാമെന്ന ഉറപ്പ്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.